ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കഴിഞ്ഞ ദിവസം നമ്മളിട്ടിരുന്ന ഒരു കട്ടിംഗ് വീഡിയോ ഉണ്ടായിരുന്നു, ചുരിദാർ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. അതിൻ്റെ ഒരു ഡീറ്റെയിൽ സ്റ്റിച്ചിങ് വീഡിയോ ആണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ക്യാൻവാസാണ്. അപ്പം നമ്മൾ ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മുടെ നെക്കിൻ്റെ പോർഷനാണ്. അപ്പോൾ അതിൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മീറ്ററിന് 120 രൂപ വരുന്ന ഒരു ക്യാൻവാസാണ്. അപ്പോൾ ഇതിൽ ക്യാൻവാസ് പേപ്പർ ഞാൻ ഉപയോഗിക്കാറില്ല. അത് നമുക്ക് അഫോർഡബിൾ റേറ്റിലൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേങ്കിൽ നമ്മൾ 2-3 വാഷൊക്കെ കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് കഴുത്തിൻ്റെ ഷേപ്പൊക്കെ മാറിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ എപ്പോഴും ഉപയോഗിക്കുന്നത് ഈ തരത്തിലുള്ള നല്ല കട്ടിയുള്ള ഷർട്ടിനൊക്കെ വെക്കുന്ന ആ ഒരു തരത്തിലുള്ള ക്യാൻവാസാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മളിത് അയൺ ചെയ്തൊന്നും പിടിപ്പിക്കുന്നില്ല. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നെക്ക് എടുത്ത് ഇതിൻ്റെ പുറത്തേക്ക് വെച്ചിട്ട് ഇതുപോലെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഡയറക്റ്റ് ഇങ്ങനെ തന്നെ വെച്ചിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്യുവാണ് ചെയ്യുന്നത്. ഇത് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, 2 സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചുളുക്കൊന്നും വരാതെ കറക്റ്റ് ലെവലിൽ തന്നെ. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പാടുണ്ടെങ്കിൽ നമുക്കൊരു മുട്ടുപിന്നുണ്ടല്ലോ, നമ്മുടെ പിന്നുണ്ടല്ലോ, ആ ഒരു പിന്ന് വേണമെങ്കിൽ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് കുത്തി വെച്ചിട്ട് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഇനി ഇപ്പം നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്കിത് എളുപ്പത്തിൽ അങ്ങനെ ചെയ്യുന്നു. അല്ലാതെ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ അങ്ങനെ ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമേ, കറക്റ്റ് ലെവലിൽ തന്നെ കിട്ടുകയും ചെയ്യും. അപ്പം ഇനി നമുക്ക് ലൈനിങ്ങിൻ്റെ നല്ല വശവും അതേപോലെ നമ്മുടെ മെറ്റീരിയലിൻ്റെ നല്ല വശവും കൂടി ചേർത്ത് വെച്ചിട്ട് നമുക്കിതുപോലെ ഒരു സ്റ്റിച്ച് അതിൻ്റെ പുറത്തുകൂടി തന്നെ ഒന്ന് ഇട്ടെടുക്കണമേ. അപ്പോൾ കറക്റ്റ് ഷേപ്പിൽ, ആ റൗണ്ട് ഷേപ്പിൽ തന്നെ ഒരു 1/4 ഇഞ്ച് അകത്തേക്ക് മാറ്റിയിട്ടാണ് ഞാൻ ഈ ഒരു സ്റ്റിച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ എക്സസ് അകത്ത് വരുന്ന പീസുകളെല്ലാം ഒരു 1/4 ഇഞ്ച് നീക്കിയിട്ടിട്ട് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഈ അകത്ത് വരുന്ന ക്യാൻവാസിൻ്റെ എക്സസ് വരുന്ന പീസുകളും ഒരു 1/2 ഇഞ്ചിൽ കുറച്ചും കൂടി നീക്കിയിട്ടിട്ട് ഒന്ന് കട്ട് ചെയ്ത് ഇതുപോലെ മാറ്റാവേ. ഇതിന് നല്ല കട്ടിയുള്ളതുകൊണ്ട് എത്ര വാഷ് ചെയ്താലും ഇതുപോലെ തന്നെ നമ്മുടെ കഴുത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിൽക്കും, ഏത് ഷേപ്പിലുള്ള കഴുത്തായാലും. ഇനി നമുക്ക് ഇതിനകത്ത് വരുന്ന ആ ഒരു പീസുകളൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ആദ്യം ഒന്ന് കൊടുക്കാം. എന്നിട്ട് വേണം നമ്മൾ ഇതൊന്ന് തിരിച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് വിടുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ കഴുത്ത് തിരിച്ചിടുന്ന സമയത്ത് നല്ല നീറ്റായിട്ട് നല്ല റെഡി ആയിട്ട് നമ്മൾ ഏത് ഷേപ്പിലാണോ കട്ട് ചെയ്യുന്നത് ആ ഷേപ്പിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ഒന്ന് ആ ഒരു ചെറിയ ചെറിയ കട്ടിങ്ങുകളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഇത് അറിയാൻ വയ്യാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പം അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്ന പോലെ നിങ്ങൾ നല്ലതുപോലെ ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് തിരിച്ചിട്ട് നോക്കുമ്പം ഇത് കറക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ വരുവേ. ഇപ്പോൾ ഇതൊരു ജോർജറ്റ് ഒരു ക്രേപ്പ് പോലത്തെ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ തിരിച്ചിടുമ്പോൾ അത്ര നമ്മുടെ കോട്ടൺ ഒന്നും ഇരിക്കുന്ന പോലെ അതുപോലെ ഇരിക്കത്തില്ല. അപ്പോൾ നമ്മൾ അയൺ ചെയ്ത് കൂടി കൊടുക്കണേ. പിന്നെ എൻ്റെ സ്റ്റിച്ചിങ് റൂമിങ് മുകളിലായതുകൊണ്ട് തന്നെ, സ്റ്റെയർ റൂമിലായതുകൊണ്ട് തന്നെ ഞാൻ ഇനി താഴേക്ക് പോകുന്ന സമയത്ത് മാത്രമേ ഇത് ഫിനിഷിങ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് അയൺ ചെയ്യത്തുള്ളേ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് നമ്മൾ അയൺ ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ നീറ്റായിട്ട് നമ്മൾ തയ്ക്കുന്ന സമയത്ത് തന്നെ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് ഇരിക്കും. പിന്നെ ഈ അകത്തേക്ക് വരുന്ന ലൈനിങ് പീസിനകത്താണ് ഞാനൊരു പതിച്ചടിച്ച് എടുക്കുന്നത്. ആ ഭാഗത്തുള്ള സ്റ്റിപ്പ് ഞാൻ അകത്തേക്ക്, ആ ഒരു ക്യാൻവാസ് ഞാൻ അകത്തേക്ക് ആ സൈഡിലേക്ക് ആ ഒരു നമ്മുടെ ലൈനിങ്ങിൻ്റെ വശത്തേക്ക് ഞാൻ പിടിച്ചിട്ട് അവിടെ ഒരു പതിച്ച് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇത് കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് പതിച്ചടിച്ചെടുക്കുന്നത്. ലൈനിങ് വശം പുറത്തേക്ക് പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഞാനിവിടെ അയൺ ചെയ്യുന്നില്ല. അതിന് പകരം ഞാനിവിടെ കൈ കൊണ്ടൊന്ന് പതിച്ച് വെച്ച് കൊടുക്കുകയാണ്, ഒന്ന് കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടി. എന്നിട്ടിനി നമുക്ക് നമ്മുടെ ആ ലൈനിങ് അങ്ങ് ഒന്ന് തയ്ച്ചെടുക്കാവേ. പിന്നെ ലൈനിങ് ചെയ്യുമ്പോഴും, ലൈനിങ് ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കിത് ഈ ക്രേപ്പും അതുപോലെ ജോർജറ്റ് വരുന്ന മെറ്റീരിയലൊക്കെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാൻ പാടാണെങ്കിൽ നമ്മൾ ചെയ്യാൻ ഒരു എളുപ്പ പണിയുണ്ട്. നമുക്ക് ഫാബ്രിക് ഗ്ലൂ കിട്ടും കടയിൽ നിന്നൊക്കെ മേടിക്കാൻ. അപ്പോൾ ആ ഫാബ്രിക് ഗ്ലൂ കൊണ്ട് നമുക്കൊന്ന് ഒട്ടിച്ച് വെച്ചാൽ ഇത് ബിഗിനേഴ്സായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ നല്ല എളുപ്പത്തിൽ തന്നെ ഈ ചുരിദാർ ലൈനിങ് വെച്ചുള്ള ഈ ഒഴുകിപ്പോകുന്ന തരത്തിലുള്ള തുണികളൊക്കെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കുമേ. അപ്പം അത് ഞാനൊരു എളുപ്പം ഒരു ഇതിൽ പറഞ്ഞതാണ്. പിന്നെ ഞാനിവിടെ ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മളിത് സ്ഥിരമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവരായതുകൊണ്ട്, സ്ഥിരമായിട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്കിത് അത്ര വലിയ പാടായിട്ട് തോന്നിക്കുന്നില്ല. അതുകൊണ്ട് നമ്മളിതുപോലെയാണ് ചെയ്തെടുക്കുന്നത്.
ഇങ്ങനെ വെച്ചൊന്ന് തയ്ച്ചെടുക്കും. അത് ലെവൽ നോക്കി കറക്റ്റ് അല്ലേ നോക്കിയിട്ടാണ് ഇതിങ്ങനെ രണ്ട് സൈഡും പിടിച്ചാണ് നമ്മൾ തയ്ച്ചെടുക്കുന്നത്. പിന്നെ ഇതിൽ നിറയെ ഗ്ലാസ് വർക്ക് വരുന്ന ഒരു മെറ്റീരിയലായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാനിങ്ങനെ പശയാണ് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെല്ലാം ഒന്ന് ഇളക്കി മാറ്റുന്നുണ്ട്. നമ്മൾ അല്ലെങ്കിൽ സൂചി ഒടിയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ അതാ അടിയിൽ ഈ ഒരു ലൈനിങ്ങിൻ്റെ പോർഷൻ ഒന്ന് അകത്തേക്കൊന്ന് മടക്കി തയ്ച്ചെടുക്കുന്നുണ്ട്. അവിടെ ലെവൽ ചെയ്തിട്ട് ഞാൻ അകത്തേക്ക് ഒന്ന് മടക്കി തയ്ച്ചെടുക്കുവാണ്. പിന്നെ ഈ എക്സസ് വരുന്ന ലൈനിങ്ങിൻ്റെ പോർഷൻ എല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പം ഞാൻ ദാ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ ആ ഒരു കാര്യങ്ങളെല്ലാം ഇവിടെ തീർന്നു. ഇനി നമുക്ക് ആ ഒരു ബാക്കിലത്തെ പീസിൻ്റെ ലൈനിങ് എങ്ങനെ അറ്റാച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അതും ഈ സെയിം പ്രോസസ്സിലാണ് നമ്മൾ കഴുത്തിൻ്റെ സ്റ്റിച്ചിങ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറയുന്നത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പം കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ അതാ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ മെറ്റീരിയലിൻ്റെ നല്ല വശവും അതുപോലെ ലൈനിങ്ങിൻ്റെ നല്ല വശവും കൂടി ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ചെറിയ ചെറിയ കട്ടിങ്സ് നമ്മൾ ഈ കഴുത്തിൻ്റെ പോർഷനിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ തിരിച്ചിട്ട് ഇതാ നല്ല വശം നമ്മൾ ആക്കിയെടുക്കുന്നുണ്ട്. ഇനി ഈ ലൈനിങ്ങിൻ്റെ പോർഷനിലേക്ക് നമ്മൾ പതിച്ചൊന്ന് അടിച്ചും കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയും നമ്മൾ ചെയ്യുന്നുള്ളൂ. നമ്മുടെ കഴുത്ത് നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ ഞാൻ എൻ്റെ ആ ഒരു ക്ലോത്തിങ് ബ്രാൻഡിൻ്റെ ആ ഒരു പേര് കൂടി ഞാനിവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ചേർക്കുന്നുണ്ട്. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന എല്ലാ മെറ്റീരിയലിലും ഇത് ആഡ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ബ്രാൻഡ് നെയിം നമ്മളിവിടെ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുന്നുണ്ട്. അത് ലൈനിങ്ങിൻ്റെ പീസിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതെല്ലാം ഞാൻ പുറത്ത് കാണാതിരിക്കാൻ ഇൻവിസിബിളായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അത് ലൈനിങ് നമ്മൾ കൂട്ടിച്ചേർക്കുന്നതിന് മുമ്പായിട്ട് തന്നെ അവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചത്. ഇനി നമ്മൾ അതുപോലെ തന്നെ ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്യുന്നതും ഈ ഒരു പുറത്ത് കാണാത്ത ആ തയ്യൽ തുമ്പ് പുറത്ത് കാണാത്ത രീതിയിലാണ്. ആദ്യം എന്താ നല്ല വശം ബാക്കിൻ്റെയും ഫ്രണ്ടിൻ്റെയും ചേർത്ത് വെച്ചിട്ട് ലൈനിങ് ഇതാ ഞാൻ ഇതിവിടെ കാണിക്കുന്ന പോലെ ഇങ്ങനെ പുറത്തുകൂടി ഇട്ടെടുത്തിട്ടുണ്ട്. എന്നിട്ടിനി ഇത് ചേർത്ത് വെച്ചതാ ഇതുപോലെ ചേർത്ത് വെച്ച് അങ്ങ് തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് വീഡിയോ ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട്. ഞാൻ റെക്കോർഡിങ്ങിൽ ഇട്ടിട്ട് അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഇതാ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും കുറച്ച് കാര്യങ്ങൾ. അങ്ങനെയാണ് നമ്മളവിടെ ആ ഒരു 2 സ്റ്റിച്ച് അവിടെ കൊടുത്തിട്ടിട്ട് നമ്മൾ തിരിച്ചെടുക്കുമ്പോൾ നമുക്ക് നീറ്റായിട്ട് തന്നെ നമ്മുടെ ആ ഒരു ഷോൾഡർ ആ സ്റ്റിച്ചെല്ലാം ഹൈഡായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കുമേ. അതിന് ഡീറ്റെയിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്ത് തരാം എൻ്റെ. പിന്നെ അതാ നമ്മൾ സ്ലീവിൻ്റെ ലൈനിങ് ആണ് പിടിപ്പിക്കുന്നത്. സ്ലീവിൻ്റെ ലൈനിങ് പിടിപ്പിക്കുന്നത് ഞാൻ ഈ ഒരു രീതിയിലാണ്. ആദ്യം നമ്മൾ ആ നല്ല വശം മെറ്റീരിയലിൻ്റെ നല്ല വശവും അതുപോലെ ലൈനിങ്ങിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ച് അടിച്ചെടുത്തു. പിന്നെ അതാ തിരിച്ചിട്ട് ഇതുപോലെ അരികിലൂടെ ഒന്ന് തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നല്ല ഫിനിഷിങ്ങിൽ ഇരിക്കാൻ വേണ്ടി നമ്മൾ അടിയിലത്തെ ലൈനിങ് ഒന്നും പുറത്തേക്ക് തള്ളി വരാത്ത രീതിയിൽ നല്ല നീറ്റായിട്ട് വലിച്ചു പിടിച്ച് വേണം തയ്ച്ചെടുക്കാൻ. പിന്നെ നമ്മൾ ഈ ഒരു മുകൾ വശത്ത് കൂടി ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ഇട്ടെടുക്കുന്നുണ്ട്. ലൈനിങ് കറക്റ്റായിട്ട് ഒന്ന് ഇരിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് നല്ല രീതിയിൽ പിടിച്ച് വേണം സ്റ്റിച്ച് ചെയ്യാൻ. വലിച്ചു പിടിച്ചൊന്നും അവിടെ സ്റ്റിച്ച് ചെയ്യരുത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ അളവ് മാറിപ്പോകാനൊക്കെ സാധ്യത കൂടുതലാണ്. പിന്നെ അതാ എക്സസ് വരുന്ന പീസുകളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്ലീവ് നമുക്ക് നമ്മുടെ ആ ഒരു ബോഡിയുടെ ആ പോർഷനുമായിട്ടൊന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാവേ. കണ്ടോ നമ്മുടെ ആ ഷോൾഡറിൻ്റെ പോർഷനൊക്കെ നല്ല നീറ്റായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ ഞാനിവിടെ ആ ഒരു കൈക്കുഴി വരുന്ന പോർഷൻ നമ്മുടെ ആ ഒരു ലൈനിങ് പിടിപ്പിച്ച ഭാഗമുണ്ടല്ലോ നമ്മൾ ആ ബോഡി പോർഷൻ അവിടെ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് വലിച്ച് ഒന്ന് പൊട്ടിക്കുന്നുണ്ട്. അവിടെ ചിലപ്പം നമ്മൾ തയ്യലിടുന്ന സമയത്ത് ഞാനിതിൽ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അത് കൃത്യമായിട്ട്. അവിടെ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് വലിച്ചു കൊടുക്കുമ്പോൾ അവിടുത്തെ തയ്യൽ എന്തെങ്കിലും ഒന്ന് ചുരുങ്ങിയിരിപ്പുണ്ടെങ്കിൽ അതൊന്ന് പൊട്ടി മാറുവേ. എന്നിട്ട് നമ്മളിവിടെ ഈ ഒരു സ്ലീവ് പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അവിടെ ചുരുക്കൊന്നും ഇല്ലാതെ തന്നെ നീറ്റായിട്ട് നമ്മുടെ ആ ഒരു സ്ലീവ് നമുക്ക് കിട്ടുന്നതായിരിക്കേ. അങ്ങനെ ഞാൻ 2 സ്ലീവ് ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അളവുകളൊക്കെ ഇതിനകത്തേക്കൊന്ന് വരച്ചു കൊടുക്കാം.
അടയാളപ്പെടുത്തി കൊടുക്കാവേ. ഞാനിവിടെ കൈവണ്ണം ആദ്യം അടയാളപ്പെടുത്തി, പിന്നെ ചെസ്റ്റിൻ്റെ പോർഷനാണ് അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ ഇവിടെ എനിക്ക് അളവിൻ്റെ ഒരു ചുരിദാറിൻ്റെ ഒരു അളവിലാണ് തയ്ക്കേണ്ടിയിരുന്നത്. അപ്പോൾ ആ ഒരു അളവ് വെച്ച് ഞാനിവിടെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 21 ഇഞ്ചാണെന്ന് തോന്നുന്നു ഇതിനകത്ത് നമുക്ക് ചെസ്റ്റ് വന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി ഉള്ളത് നമ്മൾ 2 വശത്തേക്ക് ഈക്വലായിട്ട് തന്നെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. നമുക്കൊരു 4.5 ഇഞ്ചാണ് ടോട്ടൽ എക്സസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ 2.25 ഇഞ്ച് 2.25 ഇഞ്ച് വീതം 2 സൈഡിൽ നിന്നും നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ചെസ്റ്റിൻ്റെ പോർഷൻ. ഇനി നമുക്ക് ഷേപ്പ് നമ്മളിവിടെ അടയാളപ്പെടുത്തുന്നത് ഒരു 14 ഇഞ്ചിനകത്താണ്. ഷോൾഡറിയും താഴേക്ക് 14 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ആ ഭാഗത്താണ് നമ്മൾ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അവിടെയും ഇതുപോലെ നമുക്ക് എക്സസ് ആയിട്ട് വന്ന അളവുകൾ നമ്മൾ ഒന്ന് 2 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് 2 സൈഡിലേക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നമ്മുടെ ആ ഒരു സ്ലിറ്റിൻ്റെ പോർഷൻ അതിവിടെ ഞാനൊരു അധികം ഹൈറ്റ് ഇല്ലാത്ത ആളായതുകൊണ്ട് തന്നെ ഒരു 13.5 ഇഞ്ചൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. ചിലർക്ക് ഹൈറ്റിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു സ്ലിറ്റ് വരുന്ന പോർഷനൊക്കെ ചെയ്യുന്നത്. ഒരുപാട് ഹൈറ്റ് ഇല്ലാത്തവർക്കാണെങ്കിൽ നമ്മൾ 12.5 ഇഞ്ച് 13 ഇഞ്ച് ഒക്കെ വെക്കത്തുള്ളൂ. നല്ല ഹൈറ്റൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ 14 ഇഞ്ച് വരെ നമ്മൾ വെക്കാറുണ്ട് ആ ഒരു സ്ലിറ്റിൻ്റെ പോർഷൻ. അപ്പം ഞാനതിവിടെ ഒരു 13.5 ഇഞ്ച് കൊടുത്തിട്ട് ആ ഒരു പോർഷനിലും നമ്മളൊരു അളവ് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ലൈനുകളെല്ലാം കൂടി യോജിപ്പിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് ഇട്ടിരുന്നാൽ മതി. അപ്പം ഞാൻ അതിൻ്റെ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്ത് കാണിക്കാം എങ്ങനെയായി ഷേപ്പ് അടയാളപ്പെടുത്തുന്നതെന്നുള്ളത്. അപ്പോൾ അതാ നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് ജോയിൻ്റ് ചെയ്ത് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കൂട്ടി തയ്ച്ചെടുക്കണമേ. ഇനി നമ്മൾ എക്സസ് വരുന്ന പീസുകളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ വയറ് വശം ഉള്ള ആൾക്കാരൊക്കെയാണ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന വയറിൻ്റെ ഭാഗത്ത് നമ്മൾ കുറച്ച് എക്സസ് ഇങ്ങനെ ഒരു പീസ് ഇടുന്നതിൻ്റെ കാര്യം. അപ്പം നമ്മൾ ഇവിടെ വയറ് ഭാഗം നമ്മൾ തയ്ക്കുന്ന സമയത്ത് കുറച്ച് പുറത്തേക്ക് ഇങ്ങനെ ഒതുക്കിയേ തയ്ക്കാവുള്ളേ. അതല്ലാന്നുണ്ടെങ്കിൽ ചിലർക്ക് വയറിൻ്റെ ഭാഗം ടൈറ്റൊക്കെ അനുഭവപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ വരുമ്പോൾ ഇച്ചിരി കുറച്ച് പുറത്തേക്ക് ഇങ്ങനെ ഒതുക്കിയേ വരയ്ക്കാവുള്ളേ. പിന്നെ അതാ സ്ലിറ്റ് ഞാൻ ഇവിടെ ചെയ്യുന്നത് താഴേക്ക് ആദ്യം ലോങ് സ്റ്റിച്ച് ഞാൻ ഒരു പ്രാവശ്യം 1 ഇഞ്ച് അകത്തേക്ക് നീക്കിയിട്ട് ഒരു ലോങ് സ്റ്റിച്ച് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ നമ്മൾ 2 സൈഡിലും ഈക്വലായിട്ട് മടക്കി വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ലോങ് സ്റ്റിച്ച് നമ്മൾ ലാസ്റ്റ് അങ്ങ് പൊട്ടിച്ച് കളയും. അപ്പം നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു സൈഡിലത്തെ സ്ലിറ്റ് ചുരുക്കമൊന്നും ഇല്ലാതെ കറക്റ്റായിട്ട് തന്നെ കിട്ടുവേ. ഇതുപോലെ നിവർത്തി വെച്ചിട്ട് നമ്മൾ ലോങ് സ്റ്റിച്ചിട്ട് 2 വശത്തേക്ക് നമുക്ക് ആ ഒരു പീസ് കിടപ്പുണ്ട്. അപ്പോൾ ആ എക്സസ് വരുന്ന പീസ് അകത്തേക്ക് ഇതുപോലെ മടക്കി വെച്ചിട്ട് നമ്മളിങ്ങനെ ഒരു സ്റ്റിച്ച് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് വ്യക്തമായിട്ട് മനസ്സിലാവും. ഞാൻ പറഞ്ഞ് മനസ്സിലാവാഴികയുണ്ടെങ്കിൽ ഇതിൽ ആ ഒരു പോരായ്മകൾ എനിക്കത് കാണുമ്പം കുറെ കൂടെ മനസ്സിലാവുമേ. അപ്പോൾ ഇങ്ങനെ 2 സൈഡിലേക്ക് നമ്മൾ ആ എക്സസ് കിടക്കുന്ന പീസുകൾ അകത്തേക്ക് മടക്കി വെച്ച് അങ്ങ് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ചുരുക്കമൊന്നും വരാതെ ഈ ക്രേപ്പ് അതേപോലെ ജോർജറ്റ് അങ്ങനെയൊക്കെ വരുന്ന മെറ്റീരിയലൊക്കെ ആണെങ്കിൽ നമുക്കൊരു നോർമൽ നമ്മൾ മടക്കി വെച്ച് തയ്ച്ചാൽ ഒരു ശരിയാവുന്നില്ല എന്ന് തോന്നുന്ന ഏത് മെറ്റീരിയലും നമുക്ക് ഈ ഒരു മെത്തേഡിൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് നീറ്റായിട്ട് തന്നെ വലിയ ഒരു ചുളിവും ഒന്നും വരാതെ കറക്റ്റ് രീതിയിൽ നമ്മുടെ ആ ഒരു സ്ലിറ്റിൻ്റെ പോർഷൻ നമുക്ക് കിട്ടാൻ ഈ ഒരു മെത്തേഡ് നല്ലതാണ്. അപ്പോൾ സ്ലിറ്റിൻ്റെ പോർഷനിൽ നമ്മൾ ഈ ഒരു തയ്യൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ നൂല് തീർന്നിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ ബാക്കി ഭാഗം കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്ന കാണിച്ച് തരാവേ. അപ്പോൾ ചുരിദാർ സ്റ്റിച്ച് ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. ലൈനിങ് ഒക്കെ ഉള്ള മെറ്റീരിയൽ ആണെങ്കിൽ ഞാൻ പറഞ്ഞ ഈ ഒരു
ടിപ്സൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അത് ലൈനിങ് നമുക്ക് ഗ്ലൂ ഒക്കെ ഉപയോഗിച്ച് ഒട്ടിച്ചതിന് ശേഷം വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് കുറേ കൂടി എളുപ്പമായിരിക്കും നമ്മുടെ ചുരിദാറൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. പിന്നെ ആദ്യത്തെ 2-3 എണ്ണമൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും ഇതിൻ്റെ ആ ഒരു എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് വരുമെന്നുള്ളതിൻ്റെ. അപ്പോൾ അതൊക്കെ അനുസരിച്ച് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും നമ്മുടെ സ്റ്റിച്ചിങ്. അപ്പോൾ ആ ഒരു ലോങ് സ്റ്റിച്ച് വരുന്നത് പിന്നെ ഞാനങ്ങ് പൊട്ടിച്ച് കളയുവാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് എനിക്ക് ഈ ഒരു മെത്തേഡാണ് നല്ല സിമ്പിളായിട്ട് തോന്നുന്നത്. ഞാനിത് യൂട്യൂബിൽ നിന്ന് കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു സ്റ്റിച്ച് ഇങ്ങനെ വരുന്നത് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ എക്സസ് വരുന്ന നൂലുകളൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്താ നീറ്റായിട്ട് തന്നെ നമ്മുടെ സൈഡ് സ്ലിറ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ.